പാകിസ്ഥാൻ ന്യൂ ഭീകരതയെക്കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്തേക്ക് പോകുന്ന പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്താതെ കോൺഗ്രസ് നേതൃത്വം. രാഹുൽ ഗാന്ധിയോ മല്ലികാർജുൻ ഖാർഗെയോ കോൺഗ്രസ് സംഘത്തിലുള്ള എംപിമാരെ കണ്ടില്ല. പാർട്ടി എംപിമാരെ സർക്കാർ നേരിട്ട് വിളിച്ചതിനെ രോക്ഷമാണ് ഇതിന് കാരണം. കിരൺ റിജിജു കോൺഗ്രസ് എംപിമാരെയെല്ലാം പേര് പറഞ്ഞ ശശി തരൂരിനോടാണ്. തരൂർ ഇക്കാര്യം രാഹുൽ ഗാന്ധിയെ നേരിട്ടറിയിച്ചു എന്നാണ് സൂചന. കേന്ദ്ര സർക്കാർ തീരുമാനം പാർട്ടിയെ അറിയിക്കാത്തതിലുള്ള അമർഷം രാഹുൽ നേതാവിന് ഉണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. പാർട്ടി നേതൃത്വത്തോട് സംസാരിക്കാൻ തരൂരും കിരൺ റിജിജുവിനോടും ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ ദേശീയ താൽപര്യത്തിന് മുകളിൽ പാർട്ടി രാഷ്ട്രീയം പാടില്ലെന്ന് ഡോക്ടർ ശശി തരൂർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണ പ്രതിപക്ഷ പാർട്ടികളെ നയിക്കേണ്ടത് രാഷ്ട്രീയ താൽപര്യമായിരിക്കണമെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു. ദ ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടുകൾ വിമർശിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ പാർട്ടികൾ ചേരിതിരിഞ്ഞ് വിമർശിക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള ഐക്യം രൂപം കൊള്ളേണ്ടത് രാജ്യനന്മയ്ക്ക് വേണ്ടിയാണെന്നും അത്യന്താപേക്ഷിതമാണ് അതെന്നും ശശി തരൂർ വ്യക്തമാക്കി. കാർഗിൽ യുദ്ധത്തിനും നരസിംഹറാവുവിന്റെ ഭരണകാലത്തും ഭരണ പ്രതിപക്ഷ കക്ഷികൾ രാജ്യതാൽപര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന ചരിത്രമുണ്ട്. എന്നാൽ ഇപ്പോഴുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ കാലത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും തമ്മിൽ ചേരിതിരിഞ്ഞ് വാദപ്രതിവാദങ്ങൾ നടത്തുകയാണ്. ഇതൊന്നും ആശ്വാസമാവില്ല ഒന്നിനും. ഭീകരവാദത്തെ ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട നേരത്ത് വാഗ്വേദങ്ങൾ പാടില്ല എന്നാണ് തരൂർ വിശദീകരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂരിനെ ചൊല്ലി സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന ഒട്ടേറെ വിഷയങ്ങൾ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലെ വെടിനിർത്തലിന് അമേരിക്ക ഇടപെട്ടു എന്നതിനെ ചൊല്ലിയും ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഏറ്റുമുട്ടി. പ്രത്യേകിച്ച് 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധി അമേരിക്കയെ മാറ്റി നിർത്തിയ സംഭവം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് നരേന്ദ്രമോദിയെ വെട്ടിലാക്കിയത്. എന്നാൽ 1971 സ്ഥിതിയും ഇപ്പോഴത്തെ സംഭവങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടില്ല എന്ന നിലപാടുമാണ് തരൂർ സ്വീകരിച്ചത്. ശശി തരൂരും പാർട്ടിയും തമ്മിൽ ഇടയാൻ ഈ വിഷയം തന്നെ ഒരു കാരണമാണ്. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പാടില്ല. ജനകീയതയേക്കാൾ രാഷ്ട്രതന്ത്രത്തിന് പ്രാധാന്യം നൽകണമെന്നാണ് തരൂർ ലേഖനത്തിൽ എഴുതിയത്. 1994 നരസിംഹറാവുവിന്റെ കാലത്ത് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന കശ്മീർ ചർച്ചയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനായ BJP നേതാവ് അടൽ ബിഹാരി വാജ്പേയിയാണ്. കോൺഗ്രസിന്റെ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് ആയിരുന്നു ഡെപ്യൂട്ടി ചെയർമാൻ. പാകിസ്ഥാൻ ഞെട്ടിപ്പോയ നീക്കമായിരുന്നു അത്. പക്ഷേ ഇന്ന് ഇത്തരം നീക്കങ്ങൾ അസാധ്യമാണെന്നും തരൂർ പറഞ്ഞു.